ഇവിടെ കല്യാണം കഴിഞ്ഞ 50 വയസ്സായ ഹീറോയ്ക്ക് ഒരു കുടുംബം ഉണ്ടായിട്ടും അവനാണെങ്കിൽ ഒരു കാണാൻ കൊള്ളാവുന്ന അതേസമയത്ത് വിധവയായ പെണ്ണിനോടൊപ്പം അഫയർ മെയിൻറ്റെയിൻ ചെയ്യാണ്. അങ്ങനെ അവളെ കല്യാണം കഴിക്കാൻ ഉറപ്പുകൊടുത്ത ഒരു ലോജിൽ കൊണ്ടുപോകും. പക്ഷെ അവിടെ എല്ലാം കഴിഞ്ഞ ശേഷം അവളെയാണെങ്കിൽ കഴുത്തിരിച്ച് കൊന്നും കളയും. എന്നിട്ട് ആ ബോഡി ആർക്കും അറിയാതെ ഇവന്റെ പറമ്പിൽ ഡിസ്പോസും ചെയ്യാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു പെണ്ണിന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന പോലീസുകാരാണെങ്കിൽ ഫോൺ കോൾ ട്രേസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ്. പക്ഷെ വിളിച്ച നമ്പർ ആണെങ്കിൽ ഒരു പെണ്ണിന്റേതായിരിക്കും. അവളെ കുറിച്ച് അന്വേഷിച്ചാൽ അവളാണെങ്കിൽ ആരോടത്തോടെ പോലീസോട് പോയി കാര്യം പറയുകയാണ്. അങ്ങനെ ആ പെണ്ണിനെ വിളിച്ച നമ്പർ ട്രേസ് ചെയ്തെന്നാൽ അതാണെങ്കിൽ കേരളത്തിലേക്ക് വരികയാണ്. അതും ഒരു പെണ്ണിന്റേതായിരിക്കും. പക്ഷെ ട്വിസ്റ്റായിട്ട് ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവളും വീട്ടിലുണ്ടാവില്ല, ആരോട് ഒളിച്ചോടിയിട്ടുണ്ടാവും. ഇനി അവൾക്ക് അവസാനമായിട്ട് വന്ന കോളാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും, അതും ഒരു പെണ്ണിന്റേതായിരിക്കും. അങ്ങനെ കേസാണെങ്കിൽ ഒരു ചെയിന് പോലെ മാറി അങ്ങ് തമിഴ്നാട്ടിലും ഇങ്ങ് കേരളത്തിലും കണക്ട് ആവുകയാണ്. അതിലുള്ളതാണെങ്കിൽ മുഴുവൻ മിസ്സിംഗ് കേസായിരിക്കും. അങ്ങനെ മിസ്സായത് മുഴുവൻ സ്ത്രീകളാണ്. അവർക്കാണെങ്കിൽ ഒരു സാമ്യം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അവർക്ക് കല്യാണപ്രായമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വിധവിയായിരിക്കും. അങ്ങനെ ഈ കേസ് മെല്ലെ മെല്ലെ സോൾവ് ആയിക്കൊണ്ടിരിക്കും. ഈസായിട്ട് ഹീറോ ആണെങ്കിൽ വേറൊരു പെണ്ണോട് അഫയർ ഏർപ്പെടുകയാണ്. പക്ഷേ ഹീറോ ആണെങ്കിൽ ഇവളോട് മാത്രമല്ല, കേസിൽ കാണാതെ മുഴുവൻ പെമ്പിളരോടും ഫോണിൽ സംസാരിച്ചത് ഹീറോ ആയിരിക്കും. അവരെല്ലാം ഒരുപോലെ പറഞ്ഞു പറ്റിച്ച് ലോജിൽ കൊണ്ടുവരികയാണ്. അവിടെ എല്ലാം തീർന്ന ശേഷം അവർ കൊല്ലുന്നുണ്ടാവും. പ്രഗ്നന്റ് ആവാതിരിക്കാനായിട്ട് എല്ലാവർക്കും ഒരു ടാബ്ലറ്റ് അടിക്കാൻ കൊടുക്കുകയാണ്. പക്ഷെ അതിലാണെങ്കിൽ സൈനൈഡ് ഉണ്ടാവും. ഈ കാര്യം അറിയാതെ മരുന്ന് കഴിക്കുന്ന എല്ലാ സ്ത്രീകളും മരിച്ചും പോവുകയാണ്. അങ്ങനെ മരിച്ചാളുടെ ഫോണിൽ നിന്നായിരിക്കും അടുത്ത ആൾക്ക് കോൾ ചെയ്യുക. അവർ അടുത്ത ടാർഗറ്റ് ഫിക്സും ചെയ്യും. അതേസമയത്ത് ഈ കേസ് തമിഴ്നാട്ടിലും കേരളത്തിലും മാറി മാറി വരുന്നുണ്ട്. ഇവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ ഒരു പോലീസിനെ അപ്പോയിന്റ് ചെയ്യാണ്. എന്നാൽ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നതാണെങ്കിൽ ഹീറോ ആയിരിക്കും. ആക്ച്വലി ഹീറോ ആണെങ്കിൽ ഒരു പോലീസുകാരനാണ്. ഇതറിയാത്ത പോലീസുകാരാണെങ്കിൽ ഹീറോനെ പിടിക്കാനായിട്ട് ഹീറോനോട് തന്നെ ഹെൽപ്പ് ചോദിക്കും. ഈ വീഡിയോയിലേക്ക് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ അത് കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് വെക്കുക.